LDC പോലെയുള്ള പല PSC പരീക്ഷകളുടെയും ചാകര തുടങ്ങിയിട്ടുണ്ടല്ലേ. ഓരോ എക്സാംസിൻ്റെയും നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ സന്തോഷം തോന്നുമെങ്കിലും ഇത് ലക്ഷക്കണക്കിന് ആളുകൾ എഴുതാൻ ഉണ്ടല്ലോ എന്നോർത്ത് ഡിപ്രഷൻ അടിക്കുന്നവരും കുറവല്ല. മെൻ്റലി നമുക്ക് ഭയങ്കര സ്ട്രെസ്സ് നൽകുന്ന ഒരു എക്സാമാണ് PSC പരീക്ഷ. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ എഴുതാനുണ്ട്, അതോടൊപ്പം തന്നെ ഏജ് ഓവർ ആകാൻ പോകുന്നു എന്നൊരു പേടി, ജോലി കാരണമോ അല്ലെങ്കിൽ വീട്ടിലെ ജോലി കാരണമോ പഠിക്കാൻ സമയമില്ലായ്മ, ഇതൊക്കെ കൂടാതെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നിരുത്സാഹപ്പെടുത്തൽ, PSCക്ക് പഠിക്കാതെ സമയം വേസ്റ്റാക്കാതെ എന്തെങ്കിലും കോഴ്സോ ജോലിയോ നോക്കൂ എന്നുള്ള അനാവശ്യമായ ഉപദേശങ്ങൾ, ഇതെല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് വർദ്ധിക്കുകയും പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള കാരണങ്ങൾ തളർത്താൻ നിൽക്കാതെ ഞാൻ എന്തായാലും പഠിക്കും, ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ വന്നിരിക്കും, അഡ്വൈസ് കിട്ടുന്നിടം വരെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും എന്നിങ്ങനെ ദൃഢനിശ്ചയമുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു എക്സാംസുകൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരിക്കും. കാരണം അവർക്ക് ഏറ്റവും നല്ല മോട്ടിവേഷൻ കിട്ടുന്നത് അവരിൽ നിന്ന് തന്നെയാണ്. കാരണം അവരുടെ ദൃഢനിശ്ചയമാണ് അവരുടെ മോട്ടിവേഷൻ. ആ ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായി നിങ്ങളെ കമ്പയർ ചെയ്യരുത്. അതായത് ഒരുപാട് പേര് എക്സാംസ് എഴുതുന്നുണ്ട്, ഒരുപാട് പേര് കോച്ചിങ്ങിന് പോകുന്നുണ്ട്, ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പോവാതിരിക്കുക. നിങ്ങളുടെ പഠന നിലവാരം എന്താണെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ യുണിക്കാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള പഠന രീതികളുണ്ട്, പഠന സമയ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഏതൊരു PSC എക്സാം എടുത്തു നോക്കിയാലും കുറേ വർഷങ്ങളായിട്ട് ആ PSC എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നവരുണ്ടാകും, ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടാകും. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ തന്നെയും നിങ്ങളുടെ മനസ്സിൽ അത് നേടണം എന്ന ദൃഢനിശ്ചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും അത് നേടാൻ കഴിയും. ദ സീക്രട്ട് എന്ന ബുക്കിൽ പറയുന്നത് പോലെ എന്നും രാവിലെയും ഉറങ്ങാൻ നേരവും നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയോ അല്ലെങ്കിൽ കണ്ണടച്ചിരുന്നിട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് അഡ്വൈസ് കിട്ടുന്ന ആ ദിവസത്തെ സങ്കല്പിക്കുക. എന്നും നിങ്ങൾ കാണുന്ന സ്വപ്നം ഉറപ്പായും വലിക്കുന്നതാണ്. അതിനുവേണ്ടി എന്നും നിങ്ങൾ സ്വപ്നം കാണുക. നിങ്ങൾക്ക് നല്ലൊരു ജോബ് കിട്ടുന്നതും ആ ജോബിൽ വർക്ക് ചെയ്യുമ്പോൾ സാലറി കിട്ടുന്നതും നിങ്ങളുടെ വീട്ടുകാർ അഭിമാനിക്കുന്നതും എല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. കാരണം സ്വപ്നങ്ങളാണ് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷൻ. മനസ്സിലേക്ക് ഇങ്ങനൊരു ഡ്രീം നട്ടുവെച്ച ശേഷം നിങ്ങൾ പഠനത്തിലേക്ക് കടക്കുക. ആദ്യം വേണ്ടത് കാതലായ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായി LDC എക്സാമിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ എക്സാമിന് വേണ്ട ബേസിക് കാര്യങ്ങൾ തന്നെ ആദ്യം പഠിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് SCERT ബുക്കോ അതല്ലെങ്കിൽ മറ്റു ഗൈഡുകളോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിൽ കോച്ചിങ്ങിന് ചേരാം. ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ച് ഉറപ്പാക്കി വെക്കുക. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് ആ ബേസിക് കാര്യങ്ങളിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കുക. ഉദാഹരണമായിട്ട് നിങ്ങൾ ബയോളജിയാണ് പഠിച്ചിട്ടുള്ളെങ്കിൽ ബയോളജിയിലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു വെച്ചിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യങ്ങളാണ് വന്നെന്ന് പ്രത്യേകം എഴുതി വെക്കുക. പഴയ പോലെയല്ലല്ലോ ചോദ്യങ്ങൾ, ട്രെൻഡിങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രെൻഡിനനുസരിച്ച് പഠിക്കുവാനും ശ്രമിക്കുക. പഴയ രീതിയിലല്ല ഇപ്പോഴത്തെ ചോദ്യങ്ങൾ. അപ്പോൾ കാതലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച ശേഷം ഇപ്പോഴത്തെ രീതിയിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ കാതലായ കാര്യത്തിന് ചുറ്റുമുള്ള കാര്യങ്ങൾ കൂടി ഗ്രഹിക്കാൻ ശ്രമിക്കുക. അതായത് ഏതൊരു ടോപ്പിക് വായിക്കുമ്പോഴും പരന്ന വായന ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റുകളില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളോ യൂട്യൂബ് ക്ലാസ്സുകളോ എന്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സോഴ്സസ് കിട്ടുന്നതാണ്. ജെന്യുവനായിട്ടുള്ള സോഴ്സുകൾ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. എത്രത്തോളം നിങ്ങൾ വായിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ നോളജ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഒരു PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ പല സബ്ജക്ട്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഓരോ വിഷയത്തിനും നിങ്ങൾ ഓരോ മണിക്കൂർ ദിവസവും മാറ്റി വയ്ക്കുക. ഒരു ദിവസം സയൻസ് പഠിച്ചു, നെക്സ്റ്റ് ഡേ മാത്സ് പഠിച്ചു, ആ രീതിയേക്കാളും നല്ലത് എല്ലാ ദിവസവും എല്ലാ ടോപ്പിക്സും ഓരോ മണിക്കൂർ വെച്ച് പഠിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ നിങ്ങൾക്ക് സമയക്കുറവ് ഒരു പ്രശ്നമായിരിക്കാം. കാരണം നിങ്ങൾക്ക് ജോലി ഉണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിലെ ജോലി ഉണ്ടാവാം. പല രീതിയിലുള്ള തിരക്കുള്ള വ്യക്തികളാണെങ്കിൽ കൂടി നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ സമയം എങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കാം എന്നുള്ളത്. ജോലിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒരുപാട് നേരം ട്രാവൽ ചെയ്യേണ്ട വ്യക്തിയാണെങ്കിൽ ആ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് റിവിഷനായിട്ട് മാറ്റി വയ്ക്കുവാൻ കഴിയും. 7 മണിക്ക് നിങ്ങൾ ഫ്രീ ആവുമെങ്കിൽ 7 മണി തൊട്ട് 11 മണി വരെയും അതേപോലെ രാവിലെ 4 മണി തൊട്ട് 7 മണി വരെ പഠിക്കുവാനും കഴിയും. ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സും ഓരോ മണിക്കൂർ വെച്ചിട്ട് കവർ ചെയ്യാൻ കഴിയുന്നതാണ്. PSC പഠിക്കുന്ന പലരും കാണിക്കുന്ന മണ്ടത്തരമാണ് കറണ്ട് അഫയേഴ്സും മാത്സും ഇംഗ്ലീഷും ഒക്കെ ലാസ്റ്റിലേക്ക് പഠിക്കാൻ മാറ്റി വയ്ക്കുന്നത്.
ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഏരിയയാണ് നിങ്ങൾ ഏറ്റവും ലാസ്റ്റിലേക്ക് മാറ്റിവെക്കുന്നത്. പക്ഷേ പരീക്ഷ അടുക്കുമ്പോഴത്തേക്കും ടെൻഷൻ കാരണവും സമയക്കുറവ് കാരണവും മടി കാരണവും ഒക്കെ ഈ ഒരു ടോപ്പിക്സ് പലപ്പോഴും നമ്മൾ നോക്കാതെ പോവുകയും മാർക്കിനെ ബാധിക്കുകയും ചെയ്യുന്നതാണ്. ആ ഒരു അബദ്ധം കാണിക്കാതെ എന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നോ അത്ര നേരത്തെ തന്നെ കറണ്ട് അഫയേഴ്സും മാത്സും ഇംഗ്ലീഷും തറമായിട്ട് പഠിച്ചു പോകുക. ഇതൊക്കെ നോക്കി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ഓവർ തിങ്കിങ് വളരെ ഒരു പ്രശ്നമായിരിക്കും. നമുക്ക് ഈ ഒരു ജോബ് കിട്ടാൻ സാധ്യതയുണ്ടോ, നമ്മൾ പഠിച്ചത് എക്സാമിന് വരുമോ, പഠിച്ചതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ പല ടെൻഷൻസ് നമ്മൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം ചെയ്യേണ്ടത് ഓവർ തിങ്കിങ് മനസ്സിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് നിങ്ങളുടെ പഠനത്തിൽ ഒരു നിലവാരവും വർദ്ധിക്കാൻ പോകുന്നില്ല, മറിച്ച് പഠന നിലവാരം കുറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ മുമ്പിൽ പഠനം മാത്രമേ ഉള്ളൂ, റിസൾട്ട് എന്തുമായിക്കോട്ടെ എന്ന ദൃഢനിശ്ചയത്തോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക.